പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 9. പ്രധാന വാർത്തകൾ. തുംറൈത്ത് സലാല റോഡിൽ ബുധനാഴ്ച 2 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ഇമാറാത്തി യുവാവ് മരിക്കുകയും ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. റാഷിദ് അൽ നുഐമി എന്ന യുവാവാണ് മരണപ്പെട്ടത്. യുവാവിന്റെ മൃതദേഹം സലാലയിലെ സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ നിന്ന് വിമാനമാർഗം ദുബായിലേക്ക് എത്തിച്ചു. പരിക്കേറ്റവരിൽ ഇന്ത്യൻ പൗരനായ ഒരാളും സ്വദേശി പൗരനായ ഒരാളുമുണ്ട്. ഒമാനിൽ കിങ് ഫിഷ് പിടിക്കുന്നതിന് താൽക്കാലിക വിലക്ക് വരുന്നു. ഈ മാസം 15 മുതൽ ഒക്ടോബർ 15 വരെയാണ് വിലക്ക് നിലനിൽക്കുകയെന്ന് കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം അറിയിച്ചു. കിങ് ഫിഷിന്റെ പ്രജനനകാലമാണിത്. ഈ കാലയളവിൽ 65 സെന്റിമീറ്ററിൽ കുറഞ്ഞ കിങ് ഫിഷ് മത്സ്യബന്ധന വലയിൽ കുടുങ്ങിയാൽ ഇവയെ കടലിലേക്ക് തന്നെ ഉപേക്ഷിക്കണമെന്ന് മന്ത്രാലയം മത്സ്യബന്ധന തൊഴിലാളികളോട് നിർദ്ദേശിച്ചു. ചെറിയ കിങ് ഫിഷ് വിൽപ്പന നടത്തുന്നതിനും കയറ്റുമതി ചെയ്യുന്നതിനും വിലക്ക് ബാധകമാണ്. നിരോധനം പ്രാബല്യത്തിൽ വരുന്നതിനു മുമ്പ് നിലവിൽ ശേഖരത്തിലുള്ള കിങ് ഫിഷിന്റെ അളവ് രജിസ്റ്റർ ചെയ്യണമെന്ന് മന്ത്രാലയം മത്സ്യബന്ധന തൊഴിലാളികളോടും വ്യാപാരികളോടും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷങ്ങളിൽ നിരോധിത കാലയളവിൽ കിങ് ഫിഷ് പിടിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തവർക്കെതിരെ ഫിഷ് കൺട്രോൾ വിഭാഗം നടപടി സ്വീകരിച്ചിരുന്നു. എന്നാൽ വലിയ കിങ് ഫിഷ് നിരോധിത കാലയളവിലും വിപണിയിൽ ലഭ്യമാകും. വയനാട്ടിൽ സംഭവിച്ച മഹാദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വടകര സഹൃദയവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ഈ വർഷത്തെ എല്ലാ ആഘോഷ പരിപാടികളും റദ്ദാക്കിയതായി ഭാരവാഹികൾ അറിയിച്ചു. വടകര സഹൃദയവേദിയുടെ 10ാം വാർഷികത്തിന്റെ ഭാഗമായി ബൃഹത്തായ പരിപാടിയും അതോടൊപ്പം ഓണാഘോഷ പരിപാടികളും നടത്താൻ സംഘടന തീരുമാനിച്ചിരുന്നു. ഈ പരിപാടികളെല്ലാം അടുത്ത വർഷത്തേക്ക് മാറ്റിവെച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. വടകരയ്ക്ക് സമീപം വയനാട് വിലങ്ങാട് മേഖലകളിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെടുകയും നാശനഷ്ടങ്ങൾ നേരിടുകയും ചെയ്ത ജനങ്ങളോട് ആദരവും അനുഭാവവും പ്രകടിപ്പിച്ചുകൊണ്ടാണ് എല്ലാ ആഘോഷ പരിപാടികളും റദ്ദാക്കാൻ തീരുമാനമെടുത്തത്. അതോടൊപ്പം ദുരന്തബാധിതർക്കായി അംഗങ്ങൾ ധനസഹായം സമാഹരിച്ചു നൽകുമെന്നും വടകര സഹൃദയവേദി അറിയിച്ചു. ഇബ്രിയിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇമാറാത്തി വനിതയെ അധികൃതർ എയർലിഫ്റ്റ് ചെയ്തു. പരിക്കേറ്റ സ്ത്രീയെ ഉടൻ തന്നെ ഹെലികോപ്റ്ററിലൂടെ ആവശ്യമായ ചികിത്സയ്ക്കായി അപകടസ്ഥലത്ത് നിന്ന് ഇബിരി ആശുപത്രിയിലേക്ക് മാറ്റി. വിദേശകാര്യ മന്ത്രാലയം നാഷണൽ ഗാർഡിന്റെ റെസ്ക്യൂ സെന്ററുമായി സഹകരിച്ചായിരുന്നു ദൗത്യം. ഒമാനി അധികൃതരുടെ പിന്തുണയോടെ നാഷണൽ ഗാർഡ് എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് കൂടുതൽ വൈദ്യസഹായത്തിനായി UAE-യിലേക്ക് എത്തിക്കുകയും ചെയ്തു. അൽ-ദൈദ് സർവകലാശാല സെപ്റ്റംബർ 16 തുറക്കുമെന്ന് സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. മസ്കത്ത് ഗവർണറേറ്റിലെ ഖുറമിൽ ഒമാനി മത്സ്യബന്ധന ബോട്ട് കടലിൽ കാണാതായി 2 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. ബന്ധപ്പെട്ട അധികൃതരുമായി സഹകരിച്ച് ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണെന്ന് ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്റർ അറിയിച്ചു. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സഹം വിലായത്തിൽ പ്രാദേശിക മാർക്കറ്റിൽ വെച്ച് കലഹിച്ച നിരവധി പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു കൂട്ടം വിദേശികളെയാണ് വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പിടികൂടിയത്. മാർക്കറ്റിൽ നിന്നും സംഘം തിരിഞ്ഞ ആളുകൾ തമ്മിൽ അടിപിടി കൂടുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കലഹത്തിലേർപ്പെട്ടവരെ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുന്നത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം സമാന രൂപത്തിൽ ബർക്ക മാർക്കറ്റിൽ വെച്ച് അടിപിടി കൂടിയ പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി നടപടിക്ക് വിധേയമാക്കിയിരുന്നു. ആളുകൾ സംഘം ചേർന്ന് കലഹിക്കുന്നതിന്റെ ദൃശ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. പൊതുസ്ഥലങ്ങളിലെ ഇത്തരം പ്രവർത്തികൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഒമാനിൽ താപനില താഴേക്ക്. വ്യത്യസ്ത ഭാഗങ്ങളിൽ മഴ ലഭിച്ചതിന് പിന്നാലെ താപനില കുറയുന്നതായി ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കാലാവസ്ഥാ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് സൈക്ക് പ്രദേശത്താണ് 20.2 ഡിഗ്രി സെൽഷ്യസ്. ഷാലിമിൽ 20.8 ഡിഗ്രിയും ദൽകൂത്ത്, ഖൈറൂൻ, ഹിർത്തി എന്നിവിടങ്ങളിൽ 21.7 ഡിഗ്രിയും ഹലാനിയത് ദ്വീപിൽ 22.5 ഡിഗ്രിയും ജലൂനിൽ 22 ഡിഗ്രിയും ദുഃഖമിൽ 23.4 ഡിഗ്രിയും അൽ അഷ്കറയിൽ 23 ഡിഗ്രിയുമാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്ത താപനില. അതേസമയം ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് മക്ഷിനിലാണ് 44.6 ഡിഗ്രി സെൽഷ്യസ്. മസ്യൂനയിൽ 43 ഡിഗ്രിയും മർമൂലിൽ 43.2 ഡിഗ്രിയും ഹൈമയിൽ 42.8 ഡിഗ്രിയും ഹംറ അദ്ദൂറിൽ 42.5 ഡിഗ്രിയും ഫഹൂദിൽ 41 ഡിഗ്രിയും
താപനില രേഖപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ചകളിൽ 48 ഡിഗ്രിക്ക് മുകളിൽ രേഖപ്പെടുത്തിയ പ്രദേശങ്ങളാണിത്. അതേസമയം രാജ്യത്ത് ന്യൂനമർദ്ദത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി മഴ ലഭിച്ചത് താപനില കുറയാനിടയാക്കി. ഇന്നലെയും വിവിധ പ്രദേശങ്ങളിൽ മഴ ലഭിച്ചു. ബുറൈമി, സുവൈക്ക്, ഖാബൂറ, റുസ്താഖ്, ബഹ്ല, മുസന്ന, ഇസ്കി, സഹം, ഹംറ, നഖൽ, ഇബ്രി, യങ്കൽ, സുഹാർ, ഇബ്ര വിലായത്തുകളുടെ വിവിധ ഭാഗങ്ങളിലാണ് ദിവസങ്ങൾക്കിടെ ശക്തമായ മഴ പെയ്തത്. പലയിടത്തും അന്തരീക്ഷം മേഘാവൃതമായിരുന്നു. ഈ മേഖലയിൽ തണുത്ത കാറ്റും അടിച്ചുവീശി. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സുഹാർ വിലായത്തിൽ ചരക്കുമായി പോയ ട്രക്കുകൾ കൂട്ടിയിടിച്ച് വൻ അപകടം. ഇന്നലെ രാവിലെ സുഹാറിലെ പ്രധാന പാതയിലാണ് സംഭവം. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. ലോകോമോട്ടീവും ട്രെയിലറുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇവ രണ്ടും കൂട്ടിയിടിക്കുകയും പിന്നാലെ വാഹനങ്ങളിൽ തീ പടരുകയുമായിരുന്നു. അപകടത്തിൽ 2 ട്രക്കുകളുടെയും എഞ്ചിൻ ഉൾപ്പെടെ കത്തിനശിച്ചു. പ്രദേശത്താകെ പുക നിറയുകയും മേഖലയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുകയും ചെയ്തു. അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. റോയൽ ഒമാൻ പോലീസ് മേഖലയിൽ ഏറെ നേരം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. 2 പേരെയും ആശുപത്രിയിലെത്തിച്ച് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കി. ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല. കഴിഞ്ഞ ദിവസവും വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ സമാന സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഖാബൂറയിൽ ഓടിക്കൊണ്ടിരിക്കെ ട്രെയിലറിന് തീപിടിച്ച് ഡ്രൈവർ മരണപ്പെട്ടിരുന്നു. അപകടത്തെ തുടർന്ന് ലോക്കോമോട്ടീവിലും അതിൽ ഘടിപ്പിച്ച ട്രെയിലറിലും തീപിടിക്കുകയായിരുന്നു. അഗ്നിശമന സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ചൂട് കൂടിയതിന് പിന്നാലെ നിരവധി വാഹനങ്ങൾക്കാണ് അടുത്തിടെ തീപിടിച്ചത്. ഇന്ത്യൻ ദേശീയ പതാകയുടെ നിറങ്ങളും അശോക ചക്രവും ചരിത്ര സ്മാരകങ്ങളും ആലേഖനം ചെയ്ത മഹീന്ദ്രയുടെ കർണാടക രജിസ്ട്രേഷൻ സ്കോർപിയോ ഇന്ത്യയിലല്ല, മസ്കത്ത് ഗുബ്രയിലെ നിസാർക്കാസ് അടുക്കള റെസ്റ്റോറൻറ്റിൻ്റെ മുറ്റത്ത്. കൗതുകത്തോടെ ഇതെങ്ങനെ സുൽത്താനേറ്റിൻ്റെ മണ്ണിലെത്തിയെന്ന് നോക്കുകയാണ് എല്ലാവരും. എന്നാൽ അത്ഭുതപ്പെടാനില്ല. 3 ഭൂഖണ്ഡങ്ങളിലായി 75 രാഷ്ട്രങ്ങൾ റോഡ് മാർഗം യാത്ര ചെയ്യുക എന്ന സ്വപ്നവുമായി സഞ്ചരിക്കുന്ന മംഗലാപുരം സ്വദേശി മുഹമ്മദ് സിനാൻ എന്ന യുവാവാണ് ഈ വാഹനത്തിൻ്റെ തേരാളി. 55 രാഷ്ട്രങ്ങളിലായി 75,000 കിലോമീറ്റർ പിന്നിട്ട് തൻ്റെ 56ാമത് രാജ്യമായ ഒമാനിലെത്തി നിൽക്കുകയാണ് മുഹമ്മദ് സിനാൻ. ഇനി UAEയും കടന്ന് മറ്റു രാഷ്ട്രങ്ങളിലേക്ക് സഞ്ചാരം തുടരണം. ഇന്ത്യൻ നിർമ്മിത വാഹനത്തിൽ ഏറ്റവും അധികം രാജ്യങ്ങൾ പിന്നിടുക എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കുക എന്ന ആഗ്രഹവും യാത്രയ്ക്ക് പിന്നിലുണ്ട്. 30-കാരനായ സിനാൻ ഇന്റീരിയർ ഡിസൈനറാണ്. 8 വർഷത്തോളം UAEയിൽ പ്രവാസിയായിരുന്ന സിനാന്റെ ഇക്കാലയളവിലെ സമ്പാദ്യം തന്നെയാണ് യാത്രയ്ക്ക് മുതൽക്കൂട്ട്. ഇന്ത്യയുടെ പ്രധാന ടൂറിസം ആകർഷണ കേന്ദ്രങ്ങളുടെ ചിത്രങ്ങൾ കൊണ്ടാണ് വാഹനം മോടി പിടിപ്പിച്ചിരിക്കുന്നത്. 2019-ലാണ് ലോക പര്യടനം എന്ന സ്വപ്നം പിറക്കുന്നത്. പ്ലാനിംഗ് നടത്തി വരുമ്പോഴാണ് വില്ലനായി COVID-19 മഹാമാരി എത്തുന്നത്. യാത്ര മുടങ്ങിയതോടെ ജോലി തേടി UKയിലേക്ക് പറന്നു. എങ്കിലും ലോകയാത്ര എന്ന സ്വപ്നം സിനാന്റെ ഉറക്കം കെടുത്തി. 2021-ൽ തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങി. സ്വപ്നങ്ങൾ പിന്തുടരാനുള്ള പദ്ധതികൾ വീണ്ടും ആരംഭിച്ചു. ഖരീഫ് ആസ്വദിക്കാൻ ദോഫാറിലെത്തുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ബോധവൽക്കരണം വ്യാപിപ്പിച്ച് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം. ഇതിന്റെ ഭാഗമായി അറബിയിലും ഇംഗ്ലീഷിലുമുള്ള ബോധവൽക്കരണം ഉൾപ്പെടുത്തിയ ബുക്ക്ലെറ്റ് സർവീസ് പുറത്തിറക്കി. യാത്രയിലും മുന്നൊരുക്കങ്ങളിലുമെല്ലാം സൂക്ഷിക്കേണ്ട വിവരങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ബുക്ക്ലെറ്റിലുണ്ട്. അതേസമയം ദോഫാർ ഗവർണറേറ്റിലെ പൗരന്മാർക്കും താമസക്കാർക്കും സന്ദർശകർക്കും സർവ്വസുരക്ഷയും നൽകാൻ സിവിൽ ഡിഫൻസ് സുസജ്ജമാണെന്ന് വ്യക്തമാക്കി. സീസൺ തുടങ്ങിയതോടെ ദോഫാറിലേക്ക് നിരവധി സഞ്ചാരികളാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. സീസൺ ആരംഭിച്ചതിന് പിന്നാലെ ഈ വർഷവും സലാല റൂട്ടിൽ നിരവധി അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 8 മുകളിൽ ജീവൻ പൊലിയുകയും ചെയ്തു. റോഡ് മാർഗം യാത്ര ചെയ്യുന്നവർ സുരക്ഷാ മാനദണ്ഡങ്ങളും അധികൃതരുടെ നിർദ്ദേശങ്ങളും പാലിക്കുകയാണെങ്കിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്ന് റോഡ് സുരക്ഷാ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നു. അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്കായി ഇന്ത്യൻ ടൂറിസം മന്ത്രാലയം അറബിക് ഭാഷാ വിവര ഹെൽപ്പ് ലൈൻ ആരംഭിച്ചു. സഞ്ചാരികളുടെ ഇന്ത്യയിലെ യാത്രകളിൽ ആവശ്യമായ പിന്തുണയും സഹായവും നൽകാനും ലക്ഷ്യമിട്ടാണ് ഈ സംരംഭം തുടങ്ങിയത്. ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ടാൽ അറബിയിൽ സുപ്രധാന യാത്രാ വിവരങ്ങളും സേവനങ്ങളും ലഭിക്കും. കൂടാതെ അറബിക് ഉൾപ്പെടെ 12 വിദേശ ഭാഷകളിൽ 1363 എന്ന ഹ്രസ്വ കോഡ് വഴി വിനോദസഞ്ചാരികൾക്ക് ഈ വിവരങ്ങൾ നേടാനാകും. മൊബൈൽ നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ മൾട്ടിമീഡിയ സന്ദേശങ്ങൾക്കും ഹ്രസ്വ സന്ദേശങ്ങൾക്കും ഉപയോഗിക്കുന്ന ചുരുക്കിയ നമ്പറുകളാണ് ഹ്രസ്വ കോഡുകൾ. ഇത് വിനോദസഞ്ചാരികൾക്ക് സഹായം വേഗത്തിൽ നേടാൻ സഹായിക്കുന്നതാണെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം ഒമാനികൾക്ക് ഇന്ത്യയിലേക്കുള്ള ഈ വിസ 48 മണിക്കൂറിനുള്ളിൽ ലഭ്യമാക്കി വരുന്നുണ്ടെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. 16 ഒമാനി റിയാൽ നിരക്കിൽ ഓൺലൈനായി പ്രോസസ് ചെയ്യുന്നുണ്ട്. വിസയ്ക്ക് 1 വർഷത്തേക്ക് സാധ്യതയുണ്ട്.
2023 ഏകദേശം 50,000 ഒമാനികൾ ഇന്ത്യ സന്ദർശിച്ചതായാണ് ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കുകൾ. അതിനാൽ പുതിയ ഹെൽപ്പ് ലൈൻ ഒമാനി യാത്രക്കാർക്ക് വലിയ സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി ഒമാനും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പുനരുപയോഗ ഊർജം, പ്രതിരോധം, സമുദ്ര സുരക്ഷ, ലോഹങ്ങളും ഖനനവും, ഉൽപ്പാദനം, എയ്റോസ്പേസ്, ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിൽ ഒമാനും ഇന്ത്യയും സഹകരണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.